കാരക്കോട് മെഡിക്കൽ കോളേജ് കൊലക്കേസിൽ 3 പ്രതികൾ കോടതിയിൽ ഹാജരായി. ജാമ്യമെടുത്തു. രണ്ടാം പ്രതി ബിഷപ്പ് ധർമ്മരാജ് റസാലവും 4ാം പ്രതി സഭാ സെക്രട്ടറി ടി പ്രവീണും ഇന്ന് കോടതിയിൽ ഹാജരായില്ല. ഇരുവരോടും സെപ്റ്റംബർ 11 ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇഡി കുറ്റപത്രം സമർപ്പിച്ച കേസിൽ 6 പ്രതികളാണുള്ളത്. ഇവരുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, 6 പ്രതികളിൽ 3 പ്രതികളാണ് ഇന്ന് കോടതിയിൽ ഹാജരായത്. മറ്റു വിവരങ്ങളും KP ഇന്ന് കോടതി നടപടികൾ കേസ് വിചാരണ ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഇന്ന് എല്ലാ പ്രതികളോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ പ്രധാനപ്പെട്ട പ്രതികളായ ബിഷപ്പ് ധർമ്മരാജ് റസാലവും ഒപ്പം തന്നെ സഭാ സെക്രട്ടറി ആയിരുന്ന മുൻ സഭാ സെക്രട്ടറി ടി പ്രവീണും ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നില്ല. മറ്റ് പ്രതികൾ 3 പ്രതികളും ഇന്ന് ഹാജരായതിനു ശേഷം ജാമ്യം എടുക്കുകയും ചെയ്തു. ഇന്ന് ഹാജരാകാത്ത പ്രതികളോട് സെപ്റ്റംബർ 11 ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റ് 2 പേരും, അതായത് ടി പ്രവീണും ഒപ്പം തന്നെ ധർമ്മരാജ് റസാലവും 11 തീയതി സെപ്റ്റംബർ 11 ഹാജരായി ജാമ്യ നടപടികളിലേക്ക് കടക്കേണ്ടി വരും. കാരക്കോടം മെഡിക്കൽ കോളേജിൽ തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൗത്ത് കേരള മെഡിക്കൽ മിഷനാണ് കേസിലെ 1ാം പ്രതി. അത് സ്ഥാപനമാണ്. ഒപ്പം തന്നെ ധർമ്മരാജ് റസാലം, കോളേജ് ഡയറക്ടർ ബെന്നറ്റ് എബ്രഹാം, മുൻ സഭാ സെക്രട്ടറി ടി പ്രവീൺ, ഫിനാൻസ് കൺട്രോളർ തങ്കരാജ്, അക്കൗണ്ട്സ് ജീവനക്കാരി ഷിജി എന്നിവരാണ് മറ്റു പ്രതികൾ. ഇന്ന് ഇതിൽ മുൻ ഫിനാൻസ് കൺട്രോളറായ തങ്കരാജും അക്കൗണ്ട്സ് ജീവനക്കാരി ഷിജിയും ഒപ്പം തന്നെ കോളേജ് ഡയറക്ടർ ബെന്നറ്റ് എബ്രഹാമുമാണ് ഇന്ന് കോടതിയിൽ ഹാജരായി ജാമ്യം എടുത്തിട്ടുള്ളത്. പ്രധാനമായും 28 പേരിൽ നിന്ന് 7,22,00,000 രൂപ തട്ടിയെടുത്തു എന്നതാണ് കേസ്. 3 കോടി രൂപ ഇതിൽ സൗത്ത് കേരള ഇടവകയ്ക്ക് കൈമാറിയെന്നും ബാക്കി തുക കാരക്കോണം മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മാറ്റിയെന്നുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുള്ളത്. പണം നഷ്ടമായവർ പരാതികളുമായി എത്തിയപ്പോൾ ഇതിൽ 6,27,00,000 രൂപ തിരികെ നൽകിയിരുന്നു. എന്നാൽ ഇനിയും 95 ലക്ഷത്തോളം രൂപ തിരികെ നൽകാനുമുണ്ട്. വിശദമായി തന്നെ 1508 പേജുള്ള വിശദമായ കുറ്റപത്രമാണ് ധർമ്മരാജ് റസാലം, ബെന്നറ്റ് എബ്രഹാം എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നൽകിയിരുന്നത്. ഇതിൽ ബെന്നറ്റ് എബ്രഹാമിന്റെയും ധർമ്മരാജ് റസാലത്തിന്റെയും പങ്കാളിത്തം വ്യക്തമാക്കുന്നുണ്ട്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് LDF സ്ഥാനാർത്ഥിയായിരുന്നു ബെന്നറ്റ് എബ്രഹാം. MBA സീറ്റ് വാഗ്ദാനം ചെയ്താണ് ഈ കോഴകളെല്ലാം തന്നെ വാങ്ങിയിട്ടുള്ളത്. 2016 മുതൽ ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക തട്ടിപ്പ്, മെഡിക്കൽ സീറ്റുകൾ വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പ് നടത്തുന്നുണ്ട്. ഈ കേസിൽ പണം നഷ്ടപ്പെട്ട 27 രക്ഷാകർത്താക്കളും ഒപ്പം തന്നെ മെഡിക്കൽ കോളേജിലെ ചില ജീവനക്കാരുമാണ് പ്രധാന സാക്ഷികളായിട്ടുള്ളത്. KP കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.